തന്നെയാണ്. ഞങ്ങൾ കേരളത്തിന് തന്നെ സങ്കടത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ എത്ര ജനങ്ങൾ ഇവിടെ ഈ പെരുമഴയത്ത് ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ ഈ VS ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് മഴ തന്നെയാണ്. എത്ര കൊടുങ്കാറ്റായാലും മഴയായാലും ഞങ്ങൾ VSന് കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ പോവുകയുള്ളൂ. VS ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് VS. നിങ്ങൾ കണ്ടല്ലോ, ഈ തൊഴിലാളികൾ, പാവപ്പെട്ട കൂലിപ്പണിക്കാർ എല്ലാവരാണ് ഇവിടെ വന്നേക്കുന്നത്. ഇത് എല്ലാവരും വരാൻ കാരണം VSനോടുള്ള സ്നേഹം കൊണ്ടാണ്. VS മരിച്ചിട്ടില്ല, ഒരു മരിക്കുകയുമില്ല. ഞങ്ങളുടെ നെഞ്ചിലുണ്ട്, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവാണ്. ഏത് ചാനലുകാര് ഞങ്ങളുടെ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ നിന്നാലും ഒരിക്കലും നടക്കില്ല എന്നതിന്റെ വ്യക്തമായി പറയുകയാണ്. ചാനലായാലും വലിയ തിരക്കും നല്ല കാലാവസ്ഥ പ്രതികൂലമായതിന്റെ ഒരു ബുദ്ധിമുട്ടുമൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആളുകൾ ആ ഒരു അദ്ദേഹത്തെ കാണണമെന്നുള്ള ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. എന്ത് കാലാവസ്ഥയായാലും അദ്ദേഹം അല്പം പ്രതികരിച്ച ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് മഴയും വെയിലും ഒക്കെ കൊണ്ട ഒരു നേതാവാണ് VS അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവസാനവട്ടം ഒരു നോക്ക് കാണുന്ന ഈ മഴയൊന്നും ഞങ്ങൾക്ക് തടസ്സമാകില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് അവർ നടത്തിയത്. ചേച്ചി, VSനെ അദ്ദേഹത്തിന്റെ ഒരു വിയോഗം എങ്ങനെയാണ് കാണുന്നത്? ഒരു നാട്ടുകാരൻ എന്നുള്ള ഒരു വികാരം കൂടി ഉണ്ടല്ലേ? അദ്ദേഹത്തിന്റെ ഒരു വിയോഗത്തെ ഇതുപോലൊരു മനുഷ്യനുണ്ടാകത്തില്ല. ഏതായാലും സ്ത്രീകൾ ഉൾപ്പെടെ, വീട്ടമ്മമാരുൾപ്പെടെ ഈ രാവിലെ തന്നെ ഇവിടെ ഇങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി, ഈ ലോകത്ത് ഇതുപോലെ നല്ലൊരു മനുഷ്യനെ കിട്ടാനില്ല. സ്വന്തം നാട്ടുകാരൻ കൂടിയാണ്? അല്ല, നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് വന്നാണ്. ശരി ശരി. എന്തായാലും നമ്മൾ രാവിലെ മുതൽ തന്നെ കാണുന്നുണ്ട്, മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും ഒപ്പം പാലക്കാട് മലമ്പുഴയിൽ നിന്നും ഒക്കെ ധാരാളം ആളുകൾ അവിടെ അദ്ദേഹത്തെ ഈ അവസരത്തിൽ കാണാനായിട്ട് സാധിക്കുകയില്ല. അദ്ദേഹത്തിന്റെ വിലാപയാത്ര അങ്ങോട്ടേക്കില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോലും ഇവിടെ എത്തി, ഈ ആലപ്പുഴയിലും അതോടൊപ്പം തന്നെ കൊല്ലം ഭാഗത്തും ഒക്കെ എത്തിക്കൊണ്ട് ആ ഒരു വിലാപയാത്ര കണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് അവസാനമായി കാണാൻ വേണ്ടിയിട്ട് ഇന്നലെ മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് ഇവിടെ വഴിയരികിലൊക്കെ കാത്തു നിൽക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതൊന്നും ഒരു കേവലം രാഷ്ട്രീയം എന്നുള്ള, അല്ലെങ്കിൽ ഒരു CPM പാർട്ടി പ്രവർത്തനത്തിന്റെ മാത്രം ഭാഗമല്ല. VS എന്ന നേതാവ് അവരുടെയൊക്കെ മനസ്സിൽ എത്രത്തോളം ആഴത്തിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ പ്രതിധ്വനമാണ് അത് എന്ന് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. കാരണം അത്രത്തോളം വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളും ഒക്കെ തന്നെയാണ് ആ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം ഇത്രത്തോളം ദൂരം താണ്ടി ഈ ഒരു അസൗകര്യങ്ങൾക്കൊക്കെ ഇടയിൽ ഇവിടെ വന്ന് വഴിയരികിൽ കാത്ത് മണിക്കൂറുകളോളം ഈ മഴയത്തൊക്കെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ആ നേതാവ് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ തെളിയിക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ആ ഒരു അദ്ദേഹത്തിന്റെ ചേതനേറ്റ ശരീരം അത് ഒരു നോക്ക് കണ്ട് അന്ത്യാഭിവാദനം അർപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശം തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് മുഴുവനുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആലപ്പുഴയുടെ മണ്ണിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരികയും ചെയ്യും. ആലപ്പുഴ എന്ന് പറയുന്നത് VSന്റെ കർമ്മഭൂമിയാണ്, തട്ടകമാണ്.